ആ ചെക്കനെവിടെ? തക്കടു അപ്പം വിളിക്കുന്നു. തക്കടു അല്ലടാ, കിഷൻ എവിടെ? ബംഗാളി. ഇന്നലെ പണി അവിടെ അമ്മാന്റെ ജീവിതത്തോട് പണി അവിടെ പൈസ തന്നല്ല അവിടെ ഉള്ളതല്ലേ. പിന്നെ ആടാ വൈകുന്നേരം വരെ അവിടെ പണിയെടുത്തു. പക്ഷെ അവൻ താമസിക്കുന്ന സ്ഥലത്ത് അവൻ ചെന്നില്ല എന്നും പറഞ്ഞ് അവന്റെ കൂടെ താമസിച്ച ബംഗാളികള് രാത്രി ഇന്ന് അന്വേഷിച്ചു വന്നേക്കണ്. ഇവിടെ പോയി നമുക്കെന്ത് അവന് പോട്ടെ അങ്ങോട്ടെ, നമ്മളെ പൈസ കിട്ടി നമ്മളെ കാര്യം കഴിഞ്ഞു. ഇനി പോയാലും പ്രശ്നമില്ല. പ്രശ്നമുണ്ട്. എന്ത്? അവൻ മറ്റു ബംഗാളികളോടൊക്കെ പറഞ്ഞേക്കണ് നീ അവനെ തല്ലാൻ ചെന്ന വിഷമുണ്ടാവനെന്ന്. തല്ലിയൊന്നുമില്ല, അമ്മാവനും കൂടെ വന്നില്ല, നമ്മൾ ഒരുമിച്ചല്ലേ പോയത്. ഞാൻ ഒന്ന് വരട്ടെ, പിന്നെ ഒന്ന് ഇങ്ങനെ കൈയെടുത്ത്. അപ്പൊ ഞാൻ തല്ലണ്ട, അവൻ എന്തായാലും കാശായിട്ട് വന്നാണ്, നീ ചൂടാവണ്ടാന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലേ. മാവ തല്ല് ചൂടായെങ്കിലും കൂടെ ഒരാള് ഇത്രയും ഒരു തെമ്മാടിത്തരം അവന്റെ മുഖത്താ വിഷമം കണ്ടിരുന്നു ഞാനേ. ചുമ്മാ ഷോ കാണിച്ചു തല്ലിയൊന്നുമില്ല. അപ്പൊ അവരെന്തായാലും പറയണത് നീ മിരട്ടോണ്ട് എന്തോ ചെയ്തോന്നൊക്കെയാണ് ഇപ്പൊ അവര് പറയുന്നത്. ഞാൻ എന്ത് ചെയ്തത്? എന്റെ കർത്താവ്, ഇത് എല്ലാ വഴിയെ പോണ എല്ലാം എന്റെ തലയിലാണ്. ഞാൻ ഒന്നും ചെയ്യുന്നില്ല. ഏട്ടനോട് പറഞ്ഞാലോ? ഓ അതെ, ഞാൻ ഇന്നലെ വൈകുന്നേരം കൂടി അവനെ വിളിച്ചു പറഞ്ഞ മേലാല് നീ കാര്യത്തിൽ ഇനി ഇടപെടരുതെന്ന് നമ്മുടെ പാർട്ടിക്കാരോട് പറഞ്ഞിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റും. അല്ല ഇവനും എത്രമാത്രം തിരക്കിയ ആൾക്കാരോ. അവൻ അവന്റെ കൂട്ടുകാരും ഇപ്പൊ നാട് മുഴുവൻ ബംഗാളികളല്ലേ. പക്ഷെ ഞാനാണെങ്കിൽ ഈ 2 ദിവസമായിട്ട് ആകപ്പെട്ടു. നീ അതിലിടയ്ക്ക് മറ്റേ ഗിരിജാനെ വിളിച്ച് ദേഷ്യപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് അവളുടെ പരാതി. എന്റെ അമ്മാവ എന്റെ സമയം കൊള്ളൂല. ഞാൻ തുടർന്ന് എല്ലാം കുഴപ്പമുള്ളൂ. ഫോൺ വരുന്നു. ഇപ്പൊ എന്തേലും ചെയ്യണപ്പോ. പ്രദീപ് അമ്പിളി ഹോട്ടൽ. എടുക്ക്, ചിലപ്പോ അവിടെ ചെന്നിട്ടുണ്ടാവും. പ്രദീപേ ഇല്ല. സാബിന്റെ അടുത്ത് ചോദിക്കാൻ. ഇല്ല പ്രദീപ്, അങ്ങനെയൊന്നുമില്ല. അയ്യോ പ്രദീപ ഒന്ന് ഉപദേശിച്ചതേ ഉള്ളൂ. പ്രദീപേ ഞാൻ വേറെ ഒന്നും പറഞ്ഞില്ല. സത്യമായിട്ട് അമ്മാവനും ഞാനും കൂടെ പോയി ഒന്നും ഉപദേശിച്ചു. പരാതി അയ്യോ പ്രദീപ സത്യമായിട്ട് ഞാൻ ഒന്നും ഇല്ല ഏട്ടാ. കണ്ടിട്ടില്ല എന്താ ഇല്ല കണ്ടിട്ടില്ല. എന്തായാലും വിവരം കിട്ടണേ ഒന്ന് അറിയിക്കണേ. എന്താ പറഞ്ഞ അവിടെ ഞാൻ വഴക്ക് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ ഭീഷണിപ്പെടുത്തിയത്. ശരിക്കും ക്ലീറ്റോ ഭീഷണിപ്പെടുത്തിയോ? എന്റെ കർത്താവിനാണ് തങ്ക, ഞാൻ അങ്ങനെയൊക്കെ ചെയ്യോ? ചുമ്മാ ഒന്ന് ആണോ ഒന്ന് നമ്മളെ പിള്ളേരെ രാഷ്ട്രീയക്കാരന്റെ ജാടൊന്ന് കാണിച്ചു. ഇനി അവൻ പോവാതിരിക്കാം, പക്ഷെ അത് അവന് വിഷമുണ്ടാക്കിണ്ടാവും. ഇപ്പൊ എന്താ ചെയ്യാം? എണ്ണ ഒഴിക്കുന്നല്ലോ നിങ്ങളിങ്ങനെ പുറത്ത് പറയണ്ട. പാർട്ടിക്കാരോട് പറഞ്ഞ് എവിടെന്നെങ്കിലും തപ്പി എടുക്കാൻ ചെല്ല് ഇറങ്ങുന്ന ഉടുപ്പൊക്കെ മാറ നിക്കണോ? ഇനിയിപ്പൊ എന്താ ചെയ്യാ? അവനെ കണ്ടുകിട്ടില്ലേ പണിയാവും, അമ്മാവനും പണിയാവും. എനിക്കെന്ത് പണി? അങ്ങനെ പുള്ളിക്കാരനെ തല വെച്ച് കൊടുക്കണം, അമ്മാവനും പണിയാവും. ഞാൻ എന്ത് ചെയ്ത്? അമ്മാവന്റെ കണ്ടത്തിലല്ലേ അവൻ പണിക്ക് വന്നേ. പക്ഷെ ഇവനല്ലേ പണിക്കാക്കിയത്, എനിക്ക് അവനറിയില്ല. മാറിയിട്ട് പോയി അത് കഴുകായിട്ട് ചെല്ലടാ ഒന്ന് പോവാ ചാച്ചാ. ഒരു രീതിയിലും മനുഷ്യൻ സ്വസ്ഥത തരൂല. ഓ എന്റെ കർത്താവിനാണ്. ഇനി ഞാൻ ഒന്നിനും ഇറങ്ങണം. ഞാൻ വീട്ടിനകത്ത് അടങ്ങി